അപ്പോൾ കഴിഞ്ഞ തവണ BJP നേടിയ മൊത്തം വോട്ട് ശതമാനത്തെക്കാൾ കൂടുതൽ വോട്ട് ശതമാനം നേടാനുള്ള സാധ്യതയുമുണ്ട് എക്സിറ്റ് പോൾ ഫല സൂചന അനുസരിച്ചാണ്. ദൈനിക് ഭാസ്കറിന്റെ കണക്ക് കർണാടകയിലേതാണ്. അത് BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് 20 മുതൽ 22 സീറ്റുകൾ വരെയും ഇന്ത്യ മുന്നണിക്ക് 3 മുതൽ 5 സീറ്റുകൾ വരെയും പ്രവചിക്കപ്പെടുന്നു കർണാടക. അതായത് എല്ലാ പോൾ ഏജൻസികളും സമാനമായ പ്രവചനമാണ് നടത്തുന്നത്. അത് അണ്ടർ കറന്റിനെ വ്യക്തമാക്കുന്നത്. CNN കണക്ക് 3 മുതൽ 7 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ന്യൂസ് 18 കണക്ക്. ഇത് വളരെ കൃത്യമായി ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. ആ ട്രെൻഡ് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്, BJPക്ക് അനുകൂലമാണ്, NDAക്ക് അനുകൂലമാണ്. രാജ്യവ്യാപകമായി തന്നെ ഒരു പ്രോ മോഡി വേവ് ഉണ്ട്. നമ്മളിത് തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പെന്നാണ് ഇതുവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു തരംഗവും സർഫസിൽ ഉപരിതലത്തിൽ കണ്ടിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു തരംഗമുണ്ട് എന്താ ഈ എക്സിറ്റ് പോളുകൾ പറയുന്നു. നരേന്ദ്രമോദിക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി ഒരു മാസീവ് വോട്ടിംഗ് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് ഈ സർവേ റിസൾട്ടുകളുടെ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ അഭിലാഷ് അതിനെ തരംഗം എന്ന് വിശേഷിപ്പിക്കാമോ എന്ന് ഈ നിമിഷവും പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. അതിനപ്പുറത്ത് ഛിന്ന ഭിന്നമോ ശിഥിലമോ ആയ ഒരു സംഘടനാ സംവിധാനവുമായി NDA പോലുള്ള ഒരു മുന്നണിയെ BJPയെ പോലെയുള്ള ശക്തമായ അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു സംവിധാനത്തെ എതിർക്കാൻ മാത്രം ത്രാണിയുണ്ടായിരുന്നോ പ്രതിപക്ഷത്തിന് എന്ന ചോദ്യമാണ് ഏറ്റവും നിർണായകം. രാജസ്ഥാനിൽ ടൈംസ് നൗ NDAക്ക് 18ഉം ഇന്ത്യക്ക് 7ഉം കൊടുക്കുന്നു. അതായത് 0 നിന്ന് 7ലേക്ക് രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണി വരുന്നു. നേരത്തെ ഒരു ഏജൻസി 4 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 7 സീറ്റായി. ഡൈനാമിക്സ് ആണ് 4 സീറ്റ് രാജസ്ഥാനിൽ. 371 സീറ്റുകളാണ് ഡൈനാമിക്സ് NDAക്ക് അനുകൂലമായി പ്രവചിക്കുന്നത്. അതായത് രാജസ്ഥാനിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്നു. കഴിഞ്ഞ തവണത്തെ പ്രകടനമായിരിക്കില്ല രാജസ്ഥാനിൽ എന്ന് വ്യക്തമാവുന്നു. എന്നാൽ മധ്യപ്രദേശിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. അതിനർത്ഥം രാജസ്ഥാനിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു. അവരുടെ സ്ട്രാറ്റജി അവിടെ ശരിയായി. മധ്യപ്രദേശിൽ എന്നാൽ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ BSP അവിടെ സ്പോയിലർ ആയിട്ടുണ്ടോ അതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. ഇനി ഇപ്പോ മറ്റ് ഏജൻസികളുടെയും ആയിട്ട് പുറത്തു വരാനുള്ളത് ബംഗാളിൽ കൂടുതൽ ഏജൻസികളുടെ ഫലം പുറത്തു വരാനുണ്ട്. അത് ആണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അതുപോലെ തന്നെ ബീഹാറിൽ ഇനി മറ്റു ചില ഏജൻസികളുടെ പുറത്തു വരാനുണ്ട്. പെട്ടെന്ന് റിപ്പബ്ലിക് 20 സീറ്റ് തൃണമൂൽ കോൺഗ്രസ്, 22 സീറ്റ് NDA. ആക്സിസ് മൈ ഇന്ത്യ തലവൻ പ്രദീപ് ഗുപ്തയുടേതായി വരുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. കേരളത്തിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങളിലാണ് BJPക്ക് മുൻതൂക്കം. തൃശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം വിജയസാധ്യത. പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുകൂടി പ്രദീപ് ഗുപ്ത പറയുന്നു. റിപ്പബ്ലിക്കിന്റെ സർവേ ഫലവും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവചിക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ V മുരളീധരൻ ജയിക്കും എന്നുള്ളതാണ് പ്രദീപ് ഗുപ്തയുടെ പ്രവചനം. അതുപോലെയാണ് അദ്ദേഹം 25 സീറ്റ് കർണാടകയിൽ BJP ജയിക്കും എന്ന് പറയുന്നത്. അത് മൊത്തം ഇന്ത്യയിലെ പറയുന്നത് അതിനനുസരിച്ചാണ്. പക്ഷെ V മുരളീധരൻ തുടക്കം തൊട്ട് എല്ലാ മുൻപേ നടത്തിയ ഓരോ സർവേകളിലും മിനിമം 29% വോട്ടുകൾ നേടിയിരുന്നു. 30% സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. അവസാന ഘട്ടത്തിലുള്ള ഒരു മാറ്റം പോലും വലിയ വിജയിച്ചു എന്നത് ശരിയാണ്. ഇത്തവണ കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിന്റെ ഏറ്റവും പരമ്പരാഗത വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോൾ ചെയ്താൽ പെട്ടാൽ പോലും അത് BJPക്ക് വിജയമാകില്ല. അത് CPMന്റെ വിജയമായിരിക്കും അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് V മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ അത് അത്ഭുതം. ഇടതുമുന്നണിയുടെ വോട്ടുകളാകാനുള്ള സാധ്യതയും അതേപടി അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ BJPക്ക് മുൻതൂക്കമെന്ന് ആക്സിസ് മൈ ഇന്ത്യ. അതിൽ തന്നെ ആറ്റിങ്ങലിലാണ് ഏറ്റവും കൂടിയ സാധ്യത. കേന്ദ്രമന്ത്രിമാരായ V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ജയിച്ചേക്കാമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. ഒപ്പം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കേരളത്തിലും BJP ഒരു മികച്ച പ്രകടനം നടത്തി. കേരളവും BJP പിടിച്ചടക്കാൻ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയായി വായിക്കാം. 3 ലോക്സഭാ സീറ്റ് നേടിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 നിയമസഭാ സീറ്റെങ്കിലും BJPക്ക് നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കാണ്. ജനങ്ങളുടെ കണക്ക് ജൂൺ 4 വരും.